നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 589th day. Today, Prathama Skanda, 3rd chapter, 26th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 589 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി, വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 3ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. അവതാരാഹ്യസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജാഃ യഥാവദാസിനകുല്യ സരസസ്യു സഹസ്രശ. ഓം തത്സത്. അവതാരാഖ്യസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജാഃ യഥാവിദാസിനകുല്യ സരസസ്യു സഹസ്രശ. ഓം തത്സത്. അവതാര ഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജാഃ യഥാ അവിദാസീന കുല്യ സരസ സ്യു സഹസ്രശ. ഇപ്രകാരമാണ് പദം പിരിക്കേണ്ടത്. പദങ്ങളുടെ അർത്ഥം: ദ്വിജ എന്ന് പറഞ്ഞാൽ ഹേ ബ്രാഹ്മണരെ, സത്വനിധേ സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ, ഹരേഹ് ഹരയുടെ, അവതാരാഹ അവതാരങ്ങൾ, അവിദാസീന ക്ഷയിക്കാത്തതായ, സരസ തടാകത്തിൽ നിന്നും, കുല്യ അല്പസരസുകൾ, സഹസ്രശ അനേകമായിട്ട്, യഥാവിടെ ചേർത്താണ് സ്യു പറയുന്നത്. യഥാസ്യു ഭവിക്കും പോലെ, അസംഖ്യേയാ ഹി അസംഖ്യേയാ ഹി അസംഖ്യേയ എന്ന് പറഞ്ഞാൽ സംഖ്യാനിർണയം ചെയ്യുവാൻ കഴിയാത്തത് ആകുന്നു. ഹി ആകുന്നു, തന്നെയാകുന്നു. അതായത് ശ്രീഹരിയുടെ, ആ ഭഗവാന്റെ സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായിട്ടുള്ള ആ ശ്രീഹരിയുടെ അവതാരങ്ങൾ ക്ഷയിക്കാത്തതായ ഒരു തടാകം, സരാസിൽ നിന്നും തടാകത്തിൽ നിന്നും, കുല്യ അല്പസരസുകൾ തോടുകൾ ഉണ്ടാകുന്നത് പോലെ, അനേകമായിട്ടുള്ള തോടുകൾ ഉണ്ടാകുന്നത് പോലെ, ഭവിക്കും പോലെ, അസംഖ്യേയ നിർണയം ചെയ്യുവാൻ കഴിയാത്തതാകുന്നു. ഭഗവാന്റെ അവതാരങ്ങൾ അത്രയ്ക്കും അധികമാണ്. ക്ഷയിക്കാത്തതായ ഒരു തോടിൽ നിന്നും എപ്രകാരമാണോ കൈവഴികൾ, കുല്യകൾ, അതായത് അല്പസരസുകൾ ഉണ്ടാകുന്നത്, അതുപോലെ നിർണയം ചെയ്യുവാൻ കഴിയാത്തത്ര അധികമാകുന്നു ഭഗവാന്റെ അവതാരങ്ങൾ. അത് ആർക്കും ഒരു കാലത്തും പറഞ്ഞു തീർക്കുവാൻ സാധിക്കുകയില്ല. ഭഗവാന്റെ നാമങ്ങളും ഭഗവാന്റെ അവതാരങ്ങളും എല്ലാം നിർണയിക്കുവാൻ സാധിക്കാത്തത്ര അധികമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഭഗവത് അവതാരത്തിൻ്റെ വിശേഷം നമ്മൾ 10 അവതാരം, 24 അവതാരം, 22 അവതാരം എന്നൊക്കെ പറയുന്നതുണ്ടെങ്കിലും അതൊക്കെ മുഖ്യമായിട്ടുള്ള അവതാരങ്ങളാണ് എന്നല്ലാതെ ഭഗവാന്റെ അവതാരങ്ങൾ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല. നാം കാണുന്ന പലതും ഭഗവാന്റെ അവതാരങ്ങളാണ്. അത് നിർണയിക്കാൻ സാധിക്കാത്തത്ര അധികമാകുന്നു, അസംഖ്യമാകുന്നു എന്നാണ്. അസംഖ്യ നിർണയിക്കുവാൻ സാധിക്കാൻ കഴിയാത്തത്ര വിപുലമാകുന്നു എന്നാണ് പറയുന്നത്. മനുഷ്യന്മാർക്ക് ഭഗവാനെ മഹത്വം പറഞ്ഞു തീർക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നുകൂടി നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും നമ്മളെക്കാൾ എത്രയോ അതീതമാണ്. അത് നമുക്ക് ഭഗവാനെ നിർണയിക്കുവാനോ ഭഗവാന്റെ അവതാരങ്ങൾ പറയുവാനോ സാധിക്കുകയില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് ആ ഭഗവാന്റെ മഹത്വം. ശ്ലോകം ഒരിക്കൽ കൂടി. അവതാരാഖ്യസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസിന കുല്യ
സരസസ്യു സഹസ്രശ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.